പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഹായ് ഫ്രണ്ട്സ്, പൂക്കളും പുഴകളും ഈ കിളികളും ഒക്കെ ഇല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് എന്താണ് ഒരു സൗന്ദര്യം അല്ലേ, എന്താണ് ഒരു ആസ്വാദ്യത. വെൽക്കം ബാക്ക് ടു സർഗലയം യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അതിസുന്ദരമായ ഒരു ഇൻഡോർ ഗാർഡനിലാണ്. സാധാരണ ഞാൻ പാട്ടും കവിതയും യാത്രകളും ഒക്കെയാണ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സുന്ദര ഗാർഡൻ്റെ വ്യൂ ആണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഗാർഡൻ ഇത്രയും മനോഹരമായി അടുക്കൻ ചെട്ടിയോടും കൂടി ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന, ഇതിനെ എന്നും പരിപാലിക്കുന്ന ആ സുന്ദര കരങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് കാണാം. നമുക്ക് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ മിസ്സസ് ലാലി ചെറിയാനെ ഒന്ന് പരിചയപ്പെടാം. ഈ ഗാർഡൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ മുതിരി എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ റോഡ് സൈഡിലുള്ള ഒരു മനോഹരമായ വീടും ഒരു ഗാർഡനും ആണ്. ഇവിടെയാണ് ലാലി ചെറിയാൻ താമസിക്കുന്നത്, വിശ്രമവേളകൾ വിനോദമാക്കുന്നത്, ഗാർഡൻ നിർമ്മിക്കുന്നത്. അപ്പം നമുക്ക് ലാലി ചെറിയാനിലേക്ക് പോകാം. ഹായ് ലാലി. ഹായ് ജെസ്സി, സുഖമാണോ? ഓക്കെ. അപ്പോൾ ഈ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്ന ഒരു ചുറ്റുപാടാണ് ഈ വീടും ഈ മനോഹര ഗാർഡനും. ലാലിയേയും കൂടെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത മനസ്സിനൊരു കുളിർമ, ഒരു സന്തോഷം. അപ്പം നമുക്ക് ഈ ഗാർഡനെ കുറിച്ച് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുകയല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇവിടെ മുതിരിയിൽ സെറ്റിലായത് ഒരു 12 വർഷമായി സെറ്റിലായിട്ട്. അതിനു മുമ്പ് 25 വർഷം ഞങ്ങൾ ദുബായിലായിരുന്നു ഫാമിലിയായിട്ട്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, പുറത്ത് പോകാൻ പറ്റത്തില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ പോലീസിൻ്റെ അടി കൊള്ളും. അപ്പോൾ നമുക്ക് എവിടെയും പോകാൻ പറ്റാതെ ആയപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ലോക്കായി പോയില്ലേ. അപ്പോൾ കുറച്ച് ചെടിയുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഇറങ്ങിയത്. അപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും, നമുക്ക് കുറേ രോഗങ്ങൾ ഉണ്ടാവാതെ നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് ഹെൽത്തി ആയിരിക്കും. പിന്നെ നിറയെ ഓക്സിജൻ അത് നമുക്ക് ലഭിക്കും. പിന്നെ കൂടാതെ എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത് ഒരു നഴ്സറി തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സൗകര്യമായി. അങ്ങനെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ ചെടികൾ നമുക്ക്
നട്ടുണ്ടാക്കാനും മേടിക്കാനും ഒക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. അങ്ങനെ ഇതൊക്കെ ഉണ്ടായി കണ്ടു കഴിയുമ്പോൾ, പൂക്കളൊക്കെ ഉണ്ടായി കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയാത്തൊരു ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം. നമുക്ക് എന്ത് സങ്കടം വന്നാലും എന്ത് വന്നാലും നമ്മൾ ഈ ചെടിയിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ സങ്കടവും എല്ലാം മാറും. ഈ ഗാർഡനിൽ എത്ര തരം വെറൈറ്റി ചെടികളുണ്ട്? വെറൈറ്റി ചെടികൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എണ്ണി കറക്റ്റൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ് എനിക്കിഷ്ടം. ഇൻഡോർ പ്ലാന്റ്സ് ആണ് എന്നും ഒരുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് ഉണ്ടാവത്തുള്ളൂ. മഴക്കാലത്തൊന്നും അധികം പൂക്കൾ കിട്ടത്തില്ലല്ലോ. ഇപ്പോൾ പിന്നെ പൂക്കളുടെ ഒരു വസന്തകാലമാണ്. കാരണം ബോഗൻവില്ല ചെടികൾ ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നൊരു കാലമല്ലേ. ഈ കാലത്ത് മാത്രമാണ് പൂക്കൾ ഉണ്ടാകുന്നത്. കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അത് കുറേ വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് എണ്ണമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് പരിപാലിക്കുന്നത്? എപ്പോഴാണ് ഇതിന് സമയം? വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ സ്ത്രീകളാകുമ്പോൾ, അല്ലേ? അപ്പോൾ അധിക സമയവും പൂന്തോട്ടത്തിലാണോ ചിലവഴിക്കുന്നത്? എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അത് നമ്മൾ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഫ്രീ ടൈം കാണും. അടുക്കളയിലെ ഒക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട് മെയിൻലി ഈവനിങ്ങിലാണ് ഞാൻ ഇറങ്ങുന്നത്. രാവിലെയും കുറച്ച് നേരം ഇറങ്ങും, എന്തെങ്കിലും വെള്ളമൊഴിക്കാൻ എന്തെങ്കിലും. പക്ഷേ ഈവനിങ്ങിലാണ് ഞാൻ ഫുള്ള് റിപ്പോർട്ടിങ്, അതിൻ്റെ ചെടി വെള്ളമൊഴിക്കുന്നതും അതിന് വളമിടുന്നതും എല്ലാം. ഒരു കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ നോക്കണം അതിനെ. ചെറിയ കുഞ്ഞ് തൈയായിട്ട് വാങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനെ നമ്മൾ പരിപാലിച്ച് അത് വലിയ ചെടിയാകുമ്പോൾ നമ്മളതിൻ്റെ വളർച്ച മുഴുവൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അതിൽ പൂവിടുന്നത്, മുട്ടിടുന്നത്. ഈവനിങ്ങിലാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ് അന്നേരം നമുക്ക്. ലാലി, പിന്നെ ഈ ചെടി ഇതിന്റെ പേര് എന്താണ്? മരമുല്ല, അല്ലേ? ഈ മരമുല്ലയുടെ സുഗന്ധമാണ് ഇവിടെ മുഴുവൻ ഇപ്പൊ പരന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെടിയെ കുറിച്ചൊന്ന് പറയാവോ? ഇത് മരമുല്ല എന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വലിയ മരമാവുന്നതാണ്. വലിയ മരമായിട്ട് ഇതുപോലെ പൂവുണ്ടാവും. നമ്മളെ ഈ ഏരിയ മൊത്തവും ഭയങ്കര സുഖം. ചട്ടിയിൽ വെച്ചത് കൊണ്ടാണോ ഇത് കുറ്റിച്ച് നിൽക്കുന്നത്? ചട്ടിയിൽ വെച്ചിരിക്കും. വലിയ മരമാകുമ്പോ ഒരുപാട് പൂക്കളുണ്ടാവും, അല്ലേ? പിന്നെ വേറെ ഏതൊക്കെയാണ് റയറായിട്ട് നമ്മൾ കാണുന്ന ചെടികൾ? ഇതൊക്കെ കടലാസ്, ബൊഗൈൻവില്ല ഐറ്റംസ്, ഫയറോപ്പാല്, അങ്ങനെ ബ്രെഡ് ബ്രിസ, പീച്ച്, അങ്ങനെ നമുക്ക് കുറെ എണ്ണത്തിന് പേരൊന്നും അറിയത്തില്ല. ഇതൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇതൊക്കെ ഓരോ നഴ്സറികളിൽ പോയി ഒരെണ്ണം മേടിക്കും. ഇവിടെ തിരിഞ്ഞേക്ക്. ഈ ചെടി അവിടെ നിന്ന് ഈ ചെടികളൊക്കെ ലാലി എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് കിട്ടും. പിന്നെ അറിയുന്നവരൊക്കെ തരും. പിന്നെ കുറച്ചൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കും. പിന്നെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കുറേ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കും. പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കും. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും, അല്ലേ? ടൈം വേണം, ക്ഷമ വേണം. ഓക്കെ മെയിനായിട്ട് ക്ഷമ വേണം. വിശ്രമവേളകൾ വിനോദകരമാക്കി മാറ്റാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക കൂടി ചെയ്യുന്നു ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ലാലി ചെറിയാനെ പോലെ എല്ലാവരും വിശ്രമവേളകൾ ഗാർഡൻ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിലേക്ക് ഇടപെട്ടുകൊണ്ട് മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകാൻ സാധിക്കുന്ന ഇത്തരം ജോലികളിൽ ഏർപ്പെടാൻ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ മനോഹര ഗാർഡൻ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയെ നയിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ധൈര്യം ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, മറ്റൊരു മനോഹര ദൃശ്യവുമായി വീണ്ടും കാണാം. ഈ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന ലാലി മാഡത്തിന് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കണം. ഓക്കെ, ബൈ. താങ്ക് യു. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും മാക്സിമം കഴിയുന്നത്ര ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ ഫ്രീ ടൈമിൽ നമുക്കൊരു ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മളിങ്ങനെ ഓരോ ദിവസം പ്രായമാവും തോറും നമുക്കിങ്ങനെ വയ്യായ്മകളും എല്ലായ്മകളൊക്കെ വരത്തില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ചെടികളാണെങ്കിൽ അതിൻ്റെ പുറകെ ഇങ്ങനെ അതിനെ ശുശ്രൂഷിച്ച് നടന്നു കഴിഞ്ഞാൽ വളരെ സമാധാനം. നമുക്ക് ആരോഗ്യവും കിട്ടും ചെയ്യും, മനസ്സിന് സന്തോഷവും കിട്ടും ചെയ്യും. കൺഗ്രാറ്റ്സ്. താങ്ക് യു.